വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനൽ പേര് ജിഷ് വ്ളോഗ്സ് ആണ്. ഇതെൻ്റെ ആദ്യത്തെ ഫുഡ് റെസിപ്പി വ്ളോഗാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗാർലിക് ഹക്ക നൂഡിൽസ് ആണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഗാർലിക്കും കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് നമ്മളൊരു വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, 2 മുളകും അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ട് നമുക്ക് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇച്ചിരി ഇളക്കി കൊടുക്കാം. പിന്നെ വരുന്നത് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് മെയിൻ. നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ക്യാബേജാണ്. നമുക്കിതിൻ്റെ അകത്ത് സ്പ്രിംഗ് ഓനിയനും ഇടാം. പക്ഷേ എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഓനിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ 3 വെജിറ്റബിൾസ് നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് 2 ക്യാരറ്റും ഒരു വലിയ ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാബേജ് പകുതി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് ഇടാവും. ഞാൻ ഇപ്പം നൂഡിൽസ് 2 പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ 4 പേരാണ്. സോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം ഇട്ട് കൊടുക്കുക. ഒത്തിരി നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ അത് അത്രയും ടേസ്റ്റ് വരത്തില്ല. എല്ലാം മീഡിയം ആയിരിക്കും. ഇച്ചിരി ഒന്ന് കളർ മാറുന്നുണ്ടല്ലോ, അത് ഇച്ചിരി വഴറ്റി വന്നു. സോ നമുക്കിനി വിനേഗർ ഇട്ട് കൊടുക്കാം. ആ സ്പൂണിൻ്റെ സൈസിൻ്റെ അനുസരിച്ച് നമുക്ക് 2 സ്പൂണ് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. മമ്മിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മമ്മിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. സോ ദെൻ കുറച്ച് സോസ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് സോയ സോസ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ, 4 സ്പൂൺ. 4 സ്പൂണാണ് ഞാൻ ഇതിൻ്റെ അകത്ത് സോയ സോസ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഇളക്കണം. എൻ്റെ ഹസ്ബൻഡാണ് ഇളക്കുന്നത്. സോ നമുക്ക് വേറെ സോസ് വരുന്നത് നമുക്ക് ചില്ലി സോസാണ്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ, 2 സ്പൂൺ, 3. നമ്മൾ ഈ സോസൊക്കെ ഇട്ട് കൊടുക്കുമ്പം ആദ്യത്തെ നമ്മൾ സോസ് അത് കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ അത് ഇടുന്നത്. അത് ഇച്ചിരി ഫ്ലേവറൊക്കെ വരണം. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് സോസ് ഇട്ട് കൊടുക്കാൻ. സോ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു 6 സ്പൂണ് ചില്ലി സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി കുറവ് പോലെ തോന്നുവാണെങ്കിൽ നമുക്ക് 1 സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഞങ്ങൾ വിനാഗിറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ അതെല്ലാം പിടിക്കണം. ചില്ലി സോസ് ആയാലും സോയ സോസ് ആയാലും വിനാഗർ. പിന്നെ ഞങ്ങൾ നൂഡിൽസ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നു, 2 പാക്കറ്റ്. ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് എല്ലാം ഉപ്പുണ്ടോ എല്ലാം നമുക്ക് നോക്കാം. അപ്പം എല്ലാം ഉണ്ട്. സോ നമ്മൾ ബോയിൽ ചെയ്തേക്കുന്ന നൂഡിൽസ് 2 പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പിട്ട് അത് ഇച്ചിരി ബോയിൽ ആകുമ്പോഴാണ് നമ്മൾ നൂഡിൽസ് ഇടേണ്ടത്. നൂഡിൽസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റി വെക്കണം. അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഇട്ടേക്കുന്ന കുരുമുളക് പൊടിയാണ്. നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്നത് ബോയിൽ ചെയ്ത നൂഡിൽസ് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി എണ്ണയും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒട്ടാതിരിക്കും. ഓക്കെ, ഇനിയിപ്പം നമുക്ക് പതുക്കെ നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇച്ചിരി നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ആ സമയമാകുമ്പോൾ നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കണം. സോ ഒത്തിരി ഇട്ടാൽ നമുക്ക് ഇളക്കാൻ പാടായിരിക്കും എല്ലാം കൂടെ ആകുമ്പം. അപ്പം നമ്മൾ പകുതി നൂഡിൽസ് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഇളക്കുവാണ്. സോ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ദെൻ
മൊത്തം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് അത്രയും ശരിയാവത്തില്ല, അത് കുഴഞ്ഞു പോകും. സോ അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനിയിപ്പം ബാക്കിയുള്ള നൂഡിൽസുകൾ ഞങ്ങൾ ഇട്ട് കൊടുത്തു. അത് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഫോർക്ക് വെച്ചാണ് നമ്മളിത് ഇളക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ വലിയൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുകയാണ്. അത് പതുക്കെ വേണം നമ്മൾ ഇളക്കാൻ. അത് ഒത്തിരി കുഴഞ്ഞും പോകരുത്, അത് പൊട്ടുകയും ചെയ്യരുത്. അപ്പം നമ്മൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. ആ മസാലകളൊക്കെ നല്ലപോലെ പിടിക്കണം. അടിക്കത്തെ ആണെങ്കിലും എല്ലാം ഇച്ചിരി പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇളക്കുമ്പോൾ നമ്മൾ ഫോർക്ക് വേണം യൂസ് ചെയ്യാൻ. ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഒരു സ്പൂൺ വെച്ച് പതുക്കെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ മസാല പിടിക്കണം. സോ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനിയിപ്പം ഞാനൊന്ന് ഇളക്കി ട്രൈ ചെയ്യാം. അതുകൊണ്ട് ഞാനാണ് ഇളക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കുന്നത്. സോ ഇത് ഉണ്ടാക്കി വന്നപ്പം നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് നൂഡിൽസ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്നാണ് മേടിച്ച് കഴിക്കുന്നത്. സോ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ. മമ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ മേക്ക് എ സ്പെഷ്യൽ. സോ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. സോ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം നല്ലപോലെ. ഇച്ചിരി ആ വെളുത്ത് അത് കാണരുത്, ആ നൂഡിൽസ് കാണരുത്. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ചില്ലി ഗാർലിക് ഹക്ക നൂഡിൽസ് റെഡിയാണ്. ഇത് വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനുള്ള നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ. സോ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.